ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ആണെങ്കിലോ നമ്മുടെ വർഷ സ്കൂട്ടി എടുത്തിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയ കേട്ടോ. ആ സമയത്ത് തന്നെ വഴിവെക്കിൽ തന്നെ വണ്ടി കേടാവുന്നുണ്ട്. എന്നിട്ട് കുറേ ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇത് കംപ്ലൈൻ്റ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യും ഇന്ന് ജോലിക്ക് പോകാൻ? തക്ക സമയത്ത് അവിടെ വിവേക് വരുന്നുണ്ട്. എന്താടോ വണ്ടി പണി തന്നോന്ന് ചോദിക്കുന്നു കേട്ടോ. ആ, പണി തന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല, ഇന്ന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പോയാൽ ഞാൻ ലേറ്റ് ആവും, ഇതിപ്പോൾ ഇനി എന്ത് ചെയ്യാനും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യേ, തൻ്റെ കൈ വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട, ആ കൈ ഇങ്ങ് തന്നേ, കൈ ഞാൻ ഒഴിഞ്ഞു തരാം. എന്താണോ കാണിക്കുന്നത്? എന്താ പ്രശ്നം? ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം? റോഡ് സൈഡാണ്, ആരെയും കാണും, ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ സോഫ്റ്റായിട്ട് ഒന്നും കൂടി തിരുമ്പി തരുക ചെയ്യാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് എന്തായാലും ഷാർമിള വിളിക്കുന്നുണ്ട് കേട്ടോ വർഷയെ. അതിനുശേഷം തന്നെ അമ്മയെന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അമ്മയോ അതാരാ? ഓ, നമ്മുടെ രാജ്കുമാർ അതർവേർഡ്, നമ്മുടെ ഷാർമിള ആൻറ്റി. എന്താ അമ്മേ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഉടനെ തന്നെ മോളെ എനിക്ക് കാണണമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വർഷ പറയുന്നുണ്ട്, എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണ്, ഇനിയിപ്പോൾ ആൻറ്റി വിളിച്ചാൽ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എങ്ങനെ പോവാം? ഇന്നിപ്പോൾ ഓഫീസിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് കാറിൽ പോവാം, ഞാൻ തന്നെ കൊണ്ടുവിടാം. പിന്നെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, ആ പിഞ്ചപ്പൻ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് റെഡിയാക്കി തന്നോളും എന്നും പറയുന്നുണ്ട്. എന്ന് പിന്നെ അങ്ങനെ ചെയ്യാലേ, ഞാൻ പറഞ്ഞതും അനുസരിക്കാനൊക്കെ അറിയാലേ തനിക്കെന്ന് വർഷയോട് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടാൾ കൂടി കാറിൽ കയറി പോന്നു. ആ സമയത്ത് ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന നമ്മുടെ ശിവയെ അങ്കിത് വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ശിവയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ഞാൻ വരാമെന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ ആണെങ്കിലോ രാഹുലിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇത്ര സമയമായിട്ട് രാഹുൽ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. തിരിച്ച് വിളിക്കുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫും, മൃദുലിനെ വിളിക്കുമ്പോഴും കിട്ടുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു വീഡിയോ അഞ്ജുവിൻ്റെ ഫോണിലേക്ക് വരുന്നത്. എവിടെയോ വെച്ച് രാഹുലിനെ കെട്ടിയിട്ടിരിക്കുന്നു. അത് ആരാണെന്നുള്ളത് അപ്പം തന്നെ മനസ്സിലാവുകയാണ് ഹരിതയാണെന്ന്. ആകെ ടെൻഷനോട് കൂടി തന്നെ അബിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ അഞ്ജു. ആ സമയം അബിയാണെങ്കിൽ ഒരു കോടതിയിൽ സംസാരിക്കുന്നത് പോലെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്താ അഞ്ജു, ഞാൻ ഇപ്പോൾ കോടതിയിലല്ലേ, താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഹരിതയെ പൊരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. എടോ അതൊന്നുമല്ല, ഈ വീഡിയോ ഒന്ന് നോക്കുമെന്ന് പറയുന്നു. ആകെ ഞെട്ടിയിട്ട് അബിയും കാണുന്നുണ്ട്. അബിയൊക്കെ പറഞ്ഞില്ലേ അവളെ വെറുതെ വിടരുതെന്ന്, പക്ഷെ ഞാനൊരു വിഡ്ഢിയാണ്. ആ രാഹുലും എന്നോട് എത്ര വട്ടം പറഞ്ഞു, ഞാൻ കാരണം അവളെ വെറുതെ വിട്ടു. ഇന്ന് എൻ്റെ രാഹുലിനെ അവൾ പിടിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ? താൻ വിഷമിക്കാതിരിക്കടോ, നമുക്കൊന്ന് നോക്കാം എവിടെയാണെന്നുള്ളത്. അങ്ങനെ വിവേകും വർഷയും ഷാർമിള ആൻറ്റിയെ കാണാനായിട്ട് എത്തുന്നു. അതിനുശേഷം തന്നെ ഹരിതയാണെങ്കിൽ ഹരിതയെ സൂക്ഷിക്കണം, അവൾ വിട്ട പുള്ളിയല്ല. പിന്നെ രാവിലെ ആരെ കാണണമെന്നോ എങ്ങോട്ടോ പോകണമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്തോ ദുരൂഹത എനിക്ക് അതിൽ മണക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് ആ കോള് വരുന്നത് കേട്ടോ. അതായത് വർഷയ്ക്ക് വരുന്നുണ്ട്. അതായത് രാഹുലിനെ കാണാനില്ല, ഇന്നലെ മുതൽ കാണാനില്ല, മെസ്സേജ് അയച്ചിട്ടോ ഫോൺ വിളിച്ചിട്ടോ എടുക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഷാർമിള ആൻറ്റി പറയുന്നുണ്ട്, ഇത് അവളുടെ പ്ലാനിങ് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ആ രാഹുലിനെ എവിടെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുക? പോലീസിൽ അറിയിച്ചാലോ? പോലീസിൽ അറിയിക്കുന്നതിന് മുൻപിൽ നമുക്കൊന്ന് തിരഞ്ഞാലോ എന്ന് നമ്മുടെ വിവേകും പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റിക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? ആൻറ്റിയല്ലേ രാജ്കുമാർ അതർവേർഡിലായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച ആൾ. ആൻറ്റിക്ക് അറിയാലോ ഇവരുടെയൊക്കെ ഏതെങ്കിലും താവളം ഉണ്ടോ? അങ്ങനെ ഹരിതയുടെ ഡാഡി വാങ്ങി വെച്ച ഒരു ഗോഡൗൺ ഉണ്ട്. അവിടെ വെച്ച് തന്നെയാണ് ഏട്ടനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ആയിരിക്കാനാവും സാധ്യത. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം, പോലീസിനെ അറിയിക്കാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് വീണ്ടും അഞ്ജും അതുപോലെ തന്നെ അബിയും കൂടി വസുന്ധരാൻറ്റിയെ കാണാനായിട്ട് പോകുന്ന ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും മല്ലികാക്ക് പറയുന്നുണ്ട്, ഇനി രാഹുൽ പാപ്പാനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും ഇത്രയായില്ലേ, ഇനി ആ ഹരിത വെറുതെ വിടും തോന്നില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ കുണ്ടക്കൾ പിടിച്ചുകൊണ്ടുപോയി ആരും വെറുതെ വിട്ടിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേനും അഞ്ജുവിന് സങ്കടം വരുന്നുണ്ട്. മല്ലികയെ വായി തോന്നുന്നതൊന്നും വിളിച്ച് പറയാൻ നിൽക്കണം, നീ ഇവിടുന്ന് പൊക്കോളാനായിട്ട് പറയുന്നു കേട്ടോ. അഞ്ജു ആണെങ്കിൽ ആൻറ്റി ഇനി നമ്മൾ എന്താ ചെയ്യുക? ശിവമോൾ എവിടെയെന്ന് പറയുന്നുണ്ട്. ശിവ ഇപ്പോൾ വരും. ശിവമോൾ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അതിൻ്റെ മുന്നേ താൻ ഒരു കാര്യം ചെയ്യുക, ഹരിതയെ ഇങ്ങ് വിളിച്ചു ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആൻറ്റി. പിന്നെ അഞ്ജും പറയുന്നുണ്ട്, അവളെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഇനി അവൾ എന്ത് നിബന്ധന വെച്ചാലും അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എനിക്ക് രാഹുലിനെ വിട്ടു തന്നാൽ മതി, എനിക്ക് വേണ്ട, അവൻ നല്ല രീതിക്ക് ജീവിച്ചാലും മതി, എന്നാലും അവനെ ഉപദ്രവിക്കരുത് ആൻറ്റി, അത് മാത്രമാണ്. നിൻ്റെ ഭർത്താവിനെ അവൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിന് ഞങ്ങൾ സമ്മതിക്കോ? അത് നടക്കില്ല. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ അറിയിക്കണം. ആ സൈബർ സെല്ലിൽ അറിയിച്ചില്ലേ? അബിയോട് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. കറക്റ്റ് രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് മൃദുൻ്റെ വീടിന് അടുത്ത് വെച്ചിട്ടാണ്. ആ സമയത്ത് തന്നെയാണ് അഞ്ജുവിനെ വിളിക്കുകയും ചെയ്തത് കേട്ടോ.
ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പിന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ആൻറ്റി, ഞാൻ ഇവിടുന്ന് തന്നെ പൊയ്ക്കോളാം, അവനെ വെറുതെ വിട്ടാൽ മതി അവൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇല്ല, നമുക്ക് ശിവ വരട്ടെ എന്നിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കണം. എൻ്റെ വിചാരം പോലീസിൽ അറിയിക്കണമെന്നാണ്. പക്ഷെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവളങ്ങനെ അവനെ വിട്ടുതരും തോന്നില്ല. നമുക്കായിട്ടൊരു പരിശ്രമം നടത്തിയാലോ എന്ന രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. പിന്നീട് രാഹുലാണെങ്കിലോ ആ ഗോഡൗണിൽ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ എണീറ്റിട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിതയാണെങ്കിൽ ഗുണ്ടകളോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, അവനെ വെറുതെ വിടരുത്, അവനെ സൂക്ഷിക്കണം, പെട്ടെന്ന് എണീറ്റാൽ അവൻ എങ്ങോട്ടേലും പൊയ്ക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് രാഹുൽ എണീക്കുന്നു കേട്ടോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഹരിത മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പിടിച്ച് ഉന്തുന്നും തള്ളലൊക്കെ ആയി കേട്ടോ. അങ്ങനെ കൊലിക്ക് പിടിച്ച് അമർത്തുന്നൊക്കെ ഉണ്ട്, കഴുത്തിന് പിടിച്ച് അമർത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രാഹുൽ പറയുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് കിട്ടാത്തത് അവൾക്കും കിട്ടണ്ട, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി നീ കണ്ടോ, നീ ഈ സഡേഷനിൽ നിന്ന് എണീക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും നിനക്ക് ബോധം ഉണ്ടാവില്ല. കാരണം അവൾ അഞ്ചുണ്ടല്ലോ, ഞാൻ അവളെ തീർത്ത് കളയും, എന്നിട്ട് തന്നെയുള്ളൂ നിനക്ക് ബോധം വരികയുള്ളൂ. അവളെ നീ മറന്നു കളഞ്ഞേക്ക് രാഹുൽ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അഞ്ജുനും ഒന്നും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അത് നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. കാരണം അവളോട് ഒരുപാട് വട്ടം പറഞ്ഞു മാറിപ്പോകാൻ, പക്ഷെ അവൾ കേട്ടില്ല. നീ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. വീണ്ടും രാഹുലിൻ്റെ ബോധം കെടുത്തി വിടുകയാണ് കേട്ടോ. ഇവനെ സൂക്ഷിക്കണം, ഇടയ്ക്ക് ബോധം വന്നാൽ അവൻ എണീറ്റ് പോകാനും സാധ്യത കാണുന്നുണ്ടെന്നും പറയുന്നു. ആ സമയത്ത് തന്നെ വിവേകും അതുപോലെ തന്നെ വർഷയും ഒളിഞ്ഞെന്ന ഗോഡൗണിൻ്റെ പുറത്ത് നിൽക്കുന്നു. ഹരിത അതാ വരുന്നുണ്ട്, അവളുടെ ശിങ്കിടികളും ഉണ്ടല്ലോ, എങ്ങോട്ടാ പോകുന്നത് നോക്കട്ടെ. അങ്ങനെ ആ ഒരു ജനൽ അവിടെ തുറന്ന് കിടക്കണ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ വിവേകും വർഷയും. അതിനുശേഷം തന്നെ അവർ പോട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്നു. അതിനുശേഷം ആ വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ രാഹുലേട്ടൻ അതാ എന്ന് പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഒരാൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേനും അവരങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാഹുലേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രാഹുലേട്ടൻ പാവം ആകെ ടെൻഷനായി. താൻ മിണ്ടല്ലേ, ഈ പൊട്ട ബുദ്ധിയിൽ ഓരോന്ന് തോന്നിച്ചിട്ടല്ലേ. വർഷയുടെ ബുദ്ധിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവർ ഇൻ്റർനാഷണൽ ഗുണ്ടകളാണെന്നാണ് തോന്നുന്നത്. ഇവർക്ക് എന്തായാലും ബുദ്ധി ഉണ്ടാവില്ല. പക്ഷേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപരമായിട്ട് ഇവരെ അവിടെ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ രാഹുലിനെ രക്ഷിക്കാനും നമുക്ക് സാധിക്കും തോന്നണില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ബുദ്ധിമാനൊന്ന് പറഞ്ഞാട്ടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, താനൊന്ന് അടങ്ങി നിന്നാൽ മതി, എന്നാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം, ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് എല്ലാവരും അറിയിച്ചാലോ? അറിയിക്കാം, നിൽക്ക്. ആ സമയത്ത് തന്നെയാണ് അഞ്ജുവും ശിവയും അഭിയെല്ലാം കൂടിയും തന്നെ ഹരിതയുടെ കാറ് തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. ഇനി ഹരിതയ്ക്കിട്ടത് അവരെന്നെ കൊടുത്തോളും. എന്തായാലും ഇന്ന് പൂരടിയായിരിക്കും ഹരിതയ്ക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും കൂടി എന്തായാലും രാഹുവിനെ രക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളെ ഒരു എപ്പിസോഡായിട്ട് പിന്നെയും കാണാം.